ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന മദ്യവും മയക്കുമരുന്നും വലിയൊരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി നാം സമൂഹ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, TV ചാനലുകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതേക്കുറിച്ചൊരു വിശകലനം ചെയ്യുകയാണ് പാലക്കാട് മദ്യനിരോധന സമിതി പ്രസിഡന്റ് AK സുൽത്താൻ. അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുന്നു. ഈ കാലഘട്ടത്തെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? നമസ്കാരം. മദ്യം, മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ ദൂഷിത ഫലങ്ങൾ അനുഭവിക്കെ വിഷമിച്ച് നടക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ഇന്ന്, പ്രത്യേകിച്ച് സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ. പണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, കേരളം ഭ്രാന്താലയമാകുന്നു. അത് സത്യത്തിൽ മദ്യത്തിൻ്റെ വ്യാപനം കൊണ്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുള്ള യുവതലമുറകളും വിദ്യാർത്ഥികളുടെയും ക്രൂരമായ അമ്മയാരെന്നറിയുന്നില്ല, ഭാര്യയാണെന്നറിയുന്നില്ല, സഹോദരന്മാരെ തിരിച്ചറിയുന്നില്ല, പോറ്റ് വളർത്തിയ മക്കളെപ്പോലും തിരിച്ചറിയാത്ത വിധത്തിൽ അവരെ കൊന്നൊടുക്കിക്കൊണ്ട് ഒരു രൂപമാറ്റവുമില്ലാതെ, മനമാറ്റവുമില്ലാതെ തൻ്റെ ഇടത്തോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ 5 ആളെ കൊന്നു 6 ആളെ കൊന്നു പറയുന്ന ഒരു അവസ്ഥയ്ക്ക് സാക്ഷരകെല്ലാം മാറി എന്ന് ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു, അതിലുപരി സങ്കടം തോന്നുന്നു. മുൻകാലങ്ങളിലൊക്കെ സിനിമകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, സിനിമകളിൽ പാർത്താൽ പശി തീരും, പാവമന്നിപ്പ്, ഭാഗപ്പിരിവനെ, തായിക്ക് പിൻതാരം, ഇങ്ങനെയുള്ള നിരവധി സിനിമകൾ, ധർമ്മം തലയിക്കാക്കുന്നൊക്കെ പറഞ്ഞ ഓരോ സിനിമകളും എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും, മാതാവ് എന്താ, പിതാവാരാണ്, ഭാര്യ എന്താണ്, തിരിച്ചറിവും പരസ്പര വിശ്വാസവും സ്നേഹവും നിലനിന്നിരുന്ന ഒരു കുടുംബ സംവിധാനമാണ് പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സിനിമകൾ ക്രൂരമാണ്. പ്രത്യേകിച്ച് ജയിലർ പോലെയുള്ള സിനിമകൾ, പുതിയ സിനിമകൾ മയക്കുമരുന്നും മദ്യവും ഊട്ടി വളർത്തി പുതിയ തലമുറയ്ക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് സെൻസർ ബോർഡൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഗൗരവമായ നടപടി സ്വീകരിക്കണം. പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു സമീപനമാണ് സിനിമകളിലെയും സീരിയലിലെയും ഇപ്പം നമുക്ക് പുതിയ തലമുറയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയതൊന്നും ഓർമ്മയിലില്ല, അവർക്കൊന്നും പഴയത് കാണാനും താല്പര്യമില്ല. അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സംവിധാനം ഇല്ലെങ്കിൽ ഇനിയുള്ള തലമുറ തന്നെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് കൊലപാതകമാണ്. ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ട്, കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്ത് മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നിയമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ വളരെ ലളിതമാണ്. ഒരാളെ കൊന്നാലും ശരി, 9 ആളെ കൊന്നാലും ശരി. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സംഘടന ഉണ്ടായിട്ട് എന്താണ് നമുക്ക് സന്ദേശം കിട്ടിയത്? ഇവിടെ കൂട്ടത്തോടുകൂടി ഒരാളെ കൊന്നാൽ പോലീസ് പോലും കേസെടുക്കില്ല എന്നുള്ള സന്ദേശമാണ് നമുക്ക് ഈ മൊബൈലിലൂടെ കാണാൻ നമുക്ക് കാണിച്ച ദൃശ്യമാധ്യമങ്ങളിലൂടെ. അപ്പോൾ ഒരാളെ കൊന്നാലും ഇത്രയേ ഉള്ളൂ. അത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പ്രബുദ്ധത. കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 52 വെട്ടുകെട്ടിയാലും ശരി, ഇനി എത്ര ആളെ കൊന്നാലും ശരി, കോടതിയിൽ പോയി പരമാവധി അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സംവിധാനം അവർ ഒരുക്കി കൊടുക്കുന്നു. അല്ല, ഇനി കോടതിയിൽ അവർക്ക് രക്ഷ കിട്ടിയില്ല, ശിക്ഷയാണ് കിട്ടിയതെങ്കിലോ പരവതാനി ഭരിച്ചുകൊണ്ട് ജയിലിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭരണ സംവിധാനമാണ് ഉള്ളത്. അല്ല, ഇനി ജയിലിൽ തന്നെ അവർക്ക് എത്ര കാലത്തേക്കാണ് പല ഘട്ടങ്ങളായി പെരോൾ കൊടുക്കുന്നത്. അങ്ങനെ പെരോൾ വന്നിട്ടുള്ള പല ആളുകളും എത്ര പാതകങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ഒരു പേടിയുമില്ല. എത്ര കൊലപാതകം നടത്തിയാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഭരണത്തിന് സ്വാധീനമുണ്ടെങ്കിൽ, ഭരണത്തിൻ്റെ തണലുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങളെ ഭരണക്കാർ സംരക്ഷിച്ചോളും, നീതിയൊന്നും ഇവിടെ പ്രശ്നമല്ല എന്നുള്ളത്. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയല്ലേ. ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, പെരോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ പ്രേരണ നൽകുന്നു. അതുപോലെ പുതിയ തലമുറ എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികൾ കൂട്ടമായി ചേർന്നുകൊണ്ട് സംഘം ചേർന്ന് അടിക്കുന്നു. പണ്ട് ഗുണ്ടാ സംഘങ്ങളാണ് ഇങ്ങനെ സംഘം ചേർന്ന് അടിച്ചുകൊണ്ട് കൊലപാതകം നടത്തിയെങ്കിൽ അത് വിദ്യാർത്ഥികളിലേക്ക് കടന്നുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ സംഘമായി അടിച്ചു കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട്
ഇവിടെ സംസാരിക്കാനുള്ളത്. ഞങ്ങളിപ്പോൾ മദ്യനിരോധന സമിതിയുടെയും വർജന സമിതിയുടെയും അതുപോലെ തന്നെ അഴിമതിക്കെതിരെയുള്ള സംവിധാനം, മനുഷ്യാവകാശങ്ങൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുള്ള നന്മ നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുത്തുക, തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം. അത് ഇവിടെ നിന്ന് മഹല്ല് കമ്മിറ്റികൾ വരെ തുടങ്ങുകയാണ്. മഹല്ല് കമ്മിറ്റികളിൽ ഇമാമുമാർ, ഇവിടെ ഞാൻ പറയട്ടെ, നമ്മുടെ മുസ്ലിം സമൂഹമാണ് ഇവിടെ ഏറ്റവും വലിയ മതം പ്രബോധനം നടത്തുന്നത്. ഇവിടെ പ്രധാനമായിട്ട് 6 മതങ്ങളാണുള്ളത്: ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ, പാഴ്സി. ഏതാണ്ട് 5 മതത്തെക്കുറിച്ച് ഞാൻ ഏതാണ്ട് ഒരുവിധം നന്നായി പഠനം നടത്തിയതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതം, ഞാൻ മുസൽമാനായതുകൊണ്ട് പറയല്ല, ഇസ്ലാം മതം തന്നെയാണെന്ന് വിശ്വസിക്കുന്നതാണ്. കാണുന്നുണ്ട്. മിക്കവാറും സ്കൂളുകൾക്ക് പോകുന്നതിന് മുമ്പ്, ഇനി സ്കൂൾ കഴിഞ്ഞ് വന്നാൽ മദ്രസ പഠനമുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ പ്രബോധന പ്രസംഗങ്ങൾ വെള്ളിയാഴ്ച എല്ലാ ജുമാ നമസ്കാരത്തിൽ നടക്കുന്നുണ്ട്. 30 ദിവസത്തെ നോമ്പ്, കഠിനമായ വ്രതം, അത് ചെയ്തില്ലെങ്കിൽ ശിക്ഷയാണ്, നരകമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന ഇതുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന മതമാണ് ഇസ്ലാം. അതേപോലെ തന്നെ 5 നേരത്തെ നമസ്കാരം. ഏത് മതത്തിലാണ് ഇത്രയും കർശനമായ നിയമങ്ങളുള്ളത്? മോഷണം നടത്തിയാൽ കൈ വെട്ടണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നമുക്കിപ്പോൾ ഈ അടുത്ത ദിവസമല്ലേ കണ്ട് മലയാളികളടക്കമുള്ള ആളുകളെ മയക്കുമരുന്ന് കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ അവിടെ വധശിക്ഷയാണ് നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ് പോരായ്മ? ഇവിടെ വേണ്ടത്ര നിയമങ്ങളില്ല, ഉണ്ടെങ്കിൽ തന്നെ നിയമം കർശനമായി നടപ്പാക്കുന്നില്ല. ഏത് പഴുതടച്ചും അവർ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇത് പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുതുതലമുറ കണ്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക്, ഇപ്പോൾ പണ്ടൊക്കെ തന്നെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം, അതിൻ്റേതായ ഒരു മഹത്വമുണ്ടായിരുന്നു. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എത്ര, നമ്മളൊക്കെ വിദ്യാഭ്യാസ കാലത്തിൽ അധ്യാപകൻ അത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയായിരുന്നു. അധ്യാപകൻ ക്ലാസ്സിൽ വരുന്ന സമയത്ത് അത്രയും അച്ചടക്കത്തോടുകൂടി വിദ്യാർത്ഥി അധ്യാപകരൊക്കെ ഇന്ന് നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് എന്താണ്, രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ് അധ്യാപനം വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവരൊന്നിച്ച് ചായ കുടിക്കൽ മാത്രമല്ല പോകലി വരെ നടത്തുന്നു, പാർട്ടി ഓഫീസിൽ ഒന്നിക്കുന്നു. അവർ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അവർ തമ്മിൽ എന്ത് വേടയില്ല. അത് അനാവശ്യമായ പണിമുടക്കുകൾ വിദ്യാർത്ഥികളുടെ ഉണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ല കൊലപാതകവും അടിപിടിയും നടത്തുന്നതിന് രാഷ്ട്രീയമായിട്ട് അവർക്ക് മറ്റ് രാഷ്ട്രീയക്കാരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലോ. ഇന്ന് അത്തരത്തിൽ മാറിക്കഴിഞ്ഞിരുന്നു. എത്ര വിദ്യാർത്ഥികളാണ് കൊന്നൊടുക്കപ്പെട്ടത്? ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, രാഷ്ട്രീയം വേണം. അത് എന്തിനു വേണ്ടിക്ക്? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടില്ലേ, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും രാഷ്ട്രീയം. അല്ലാതെ രാഷ്ട്രത്തിൻ്റെ അധപതനം എന്തിനാവരുത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർ, ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് നിയമമുണ്ട്. എന്താണ്, 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കറിയാം ഞങ്ങളെ ഒന്നും ശിക്ഷിക്കാൻ പോകില്ല, ഞങ്ങൾക്ക് വേണ്ട ഉപദേശം തന്നു പോകുകയാണെന്ന്. ഉപദേശം മാത്രം മതിയോ? ശക്തമായ നിയമം, ചുരുങ്ങിയത് 12 വയസ്സ് കഴിഞ്ഞാൽ ജുവനൈൽ നിയമത്തിന് എടുത്ത് മാറ്റിയിട്ട് അത് 18 വയസ്സ് എന്നുള്ള 12 വയസ്സായി കുറയണം. അവർക്കും ശക്തമായിട്ടുള്ള ശിക്ഷ നൽകണം. ഇപ്പോൾ അധ്യാപകരെ പേടിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളെ കണ്ടിട്ട്. അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ നിർവാഹമില്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഞാൻ എൻ്റെ തന്നെ പറയാം, BMI സ്കൂൾ പഠിക്കുന്ന സമയത്ത് ആ ഗേറ്റ് അടിച്ചിട്ട് മഷി വാങ്ങുന്നതിന് വേണ്ടി പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതിന് എനിക്ക് അന്നത്തെ ഹെഡ് മാസ്റ്റർ സാമുവൽ മാസ്റ്ററാണ്. അദ്ദേഹം കൈ നീട്ടി 6 അടിയാണ് തന്നിട്ടുള്ളത്. എന്താണ് കാര്യം? വലിയ വൃത്തികേടൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്ന് മഷിപ്പേനയാണ്, പേനയിൽ മഷി ഒഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതാണ് എഴുതുന്നത്. മഷി തീർന്നു എഴുതാൻ പറ്റില്ല. പുറത്ത് പോയിട്ട് മഷി ഒഴിച്ചിട്ട് വരുന്നതിന് വേണ്ടി റോഡിലേക്ക് ഇറങ്ങിയതിനുള്ള ശിക്ഷയാണ്. പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. സാമുവൽ മാസ്റ്റർ ഫസ്റ്റ് ബെല്ലടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം BMI സ്കൂളിൽ എല്ലാ വടയും ഒന്ന് സഞ്ചരിക്കും. ഒരു മുട്ടു സൂചി വീണാൽ ശബ്ദം കിട്ടുന്ന വിധത്തിലായിരുന്നു അന്ന് അച്ചടക്കുന്ന ഞങ്ങൾ സംസ്ഥാന അവാർഡ് വാങ്ങിയ ഹൈസ്കൂളായിരുന്നു BMI സ്കൂൾ. ഇന്നത്തെ സ്ഥിതി എന്താണ് സ്ഥിതി? ഇന്ന് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ, അന്ന് വിക്ടോറിയ കോളേജിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കൂട്ടിലെ കിളി സ്വാതന്ത്ര്യം കിട്ടിയുമായിരുന്നു. അത്രയും ശക്തമായ നിലവാരമായിരുന്നു ഹൈസ്കൂൾ സ്റ്റാൻഡേർഡിലൊക്കെ തന്നെ. ഹൈസ്കൂളിൽ ആ കർശനമായ നിലപാടെടുത്തുകൊണ്ട് ഞാൻ എന്നും ഓർക്കുമായിരുന്നു. എന്താണ്, ആ പഠനകാലത്ത് ഒരേ ഒരു ശിക്ഷ കിട്ടിയതിൻ്റെ പേരിൽ പേന, പെൻസില്, റബ്ബർ എല്ലാം തലേദിവസത്തുള്ള ടൈം ടേബിൾ എല്ലാം ഒതുക്കി വെച്ച് അച്ചടക്കത്തോടുകൂടി ബെല്ലടിക്കുന്ന മുമ്പിൽ തന്നെ പോയി നിൽക്കും. അല്ല, ബെല്ലടിച്ച് കഴിഞ്ഞ ശേഷമാണ് പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹെഡ് മാസ്റ്റർ സാമുവൽ മാസ്റ്റർ വരുന്ന ചോദിക്കും എന്തിനാണ് പുറത്ത് നിർത്തിയെന്ന് കാര്യം അന്വേഷിച്ച്. ഇവർ പഠിക്കാനാണ് വരുന്നത്, അല്ലാതെ പുറത്ത് നിർത്താനല്ല. അവരുടെ അധ്യാപകനെ മാതൃക കാണിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട മാതിരിയും. ആ ശിക്ഷണ സംവിധാനമൊന്നും ഇപ്പില്ല. ഇപ്പോൾ വിദ്യാർത്ഥികളെ കണ്ട് അധ്യാപകർ പേടിച്ചു മാറുകയാണ്. അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോയി അധ്യാപകരെ ചോദ്യം ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് മദ്രസ പഠനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്രസ അധ്യാപകർക്കും ഈ പ്രശ്നമുണ്ട്. അവരും മദ്രസ പഠനത്തിൽ അവർ വഴിതെറ്റി പോകാതിരിക്കാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ ചില രക്ഷിതാക്കളെങ്കിലും പോയിട്ട് മദ്രസ അധ്യാപകരെ വഴക്ക് പറയുന്ന സംവിധാനമുണ്ട്. ഇതിലൊക്കെ മാറ്റം വന്നത് ഒരു സമുദായത്തിൽ. അത് ആത്മീയത്തിൽ അധിഷ്ഠിതമായ
വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മഹാന്മാരായിട്ടുള്ള മഹാത്മജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ഗോഖലെയുടെയും ഒക്കെ തന്നെ ചരിത്രങ്ങൾ, വിവേകാനന്ദ സ്വാമിയുടെയും ശ്രീനാരായണ ഗുരു സ്വാമികളുടെയും പട്ടം സ്വാമികളുടെയും അതുപോലെ എല്ലാവരുടെയും ചരിത്രങ്ങൾ പ്രധാനമായിട്ട് ഉൾക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് പഠിപ്പിക്കുന്നതോടുകൂടി തന്നെ പുതിയ നവ സംവിധാനമായി ലോകം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മുന്നോട്ട് നമ്മളും പോയിക്കൊണ്ട് മാതൃക കാണിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ ഭാരതത്തിൽ കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുക. വിദ്യാ സംവിധാനത്തിൽ മാറ്റം വരുത്തണം. അതിലൂടെ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്നേഹത്തിൻ്റെ വിത്ത് വിതയ്ക്കണം. പുതിയ തലമുറയുടെ മക്കൾക്ക് സ്നേഹമില്ല. ഇന്ന് മക്കൾ വൈകുന്നേരത്തെ എത്ര മണിക്ക് വരുന്നത് നോക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ല. രക്ഷിതാക്കൾ അഴിമതി തീർക്കേണ്ട പ്രധാന കാരണം അവർ മിക്കവാറും പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പോവുകയാണ്. വീടുകളിൽ മക്കൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് എന്തൊക്കെ സൗകര്യം ചെയ്യണം. അവർ വൈകുന്നേരം വീട്ടിൻ്റെ കൂടെ ഉണ്ടെന്നൊന്നും നോക്കാൻ അവിടെ സമയമില്ല, ആരുമില്ല. ഒരു കോഴി നമ്മുടെ വീട്ടിൽ നിന്ന് വളർത്തുകയാണെങ്കിൽ ആ കോഴി എവിടെ പോയി എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മക്കൾ പോയിട്ട് എവിടെ പോയി എന്താണെന്ന് അന്വേഷിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവർ 10 മണിക്ക് വരുന്നു, 12 മണിക്ക് വരുന്നു, 2 മണിക്ക് ഇറങ്ങി പോകുന്നു, ബൈക്കിൽ പോകുന്നു, അവർ ആരുടെയൊക്കെ കൂട്ടുകൂടുന്നു, ആ വഴിതെറ്റി പോകുന്നു എന്നുള്ളതും ശാസിക്കാനും ശിക്ഷിക്കാനും രക്ഷിതാക്കൾക്കും സമയമില്ല. മാതാപിതാക്കൾ കുട്ടികളെ ചേർത്ത് പിടിക്കണം. അവരെ വളരുന്ന തലമുറയെ സ്നേഹം കൊടുക്കണം. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ തിന്മയ്ക്കെക്കുറിച്ച് അവർക്ക് ക്ലാസ് കൊടുക്കണം, ബാലപാഠം കൊടുക്കണം. മക്കളെ അങ്ങോട്ട് സമീപിക്കരുത്, ഇത് അപകടമാണ്. ഇന്ന് മയക്കുമരുന്നും ജ്യൂസുകളിലുണ്ട്, ഐസ്ക്രീമിലുണ്ട്, എവിടെ പോലുണ്ട്. ഞാനിപ്പോൾ അടുത്ത കാലത്തെ ഒരു കാര്യം മനസ്സിലാക്കി മഷ്റൂമിനെ കുറിച്ചിട്ട്. മഷ്റൂം വന്നിട്ട് നമ്മുടെ കൂന് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ കൂനൊന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന് മാരേജ് കൂൻ എന്നാണ് പറയപ്പെടുന്നത്. ആ കൂനിൻ്റെ പൊടി ഉപയോഗിച്ചുകൊണ്ട് ആ പൊടിയിൽ മാരകമാണ്. ഇതിനെക്കുറിച്ച് പഠനം നടത്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പണ്ട് റോമാ സാമ്രാജ്യകാലത്ത് വാളും കുന്തവും പരിചയമൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഈ കൂൺ കൊണ്ടുള്ള മഷ്റൂമിൽ മയക്കുമരുന്നിൻ്റേതായിട്ടുള്ള സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളതാണ് പഠനം. നമ്മുടെ ഇവിടെ കിട്ടുന്ന കൂനല്ല, മഷ്റൂമല്ല. ഇവിടെ ഇപ്പോഴും തമിഴ്നാട്ടിൽ അങ്ങനെ ആ മണ്ണിലേ ഉണ്ടാവുള്ളൂ, ഈ മണ്ണിൽ ഉണ്ടായില്ല എന്നാണ് പറയപ്പെടുന്നത്. ആ പൊടികളും മയക്കുമരുന്നുകളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. നൈജീരിയ, അതുപോലെ തന്നെ മറ്റ് ഗോവ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇവിടെ നിന്ന് മയക്കുമരുന്നുകളും MDMA ഇഷ്ടം പോലെ വരുന്നു. ഇനി ഈ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അദാനി 40 കപ്പൽ ഇറക്കിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞ് ആ തുറമുഖങ്ങളിൽ നിന്നൊക്കെ തന്നെ എത്ര എണ്ണം മയക്കുമരുന്നുകളും വ്യാപിച്ചു വരുന്നൊന്നും പറയാൻ പറ്റില്ല. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഇവിടെയില്ല. ഈ മയക്കുമരുന്നിനെ പിടിച്ചു കെട്ടുന്നതിന് ആവശ്യമായ ഭരണ സംവിധാനങ്ങൾ ശക്തമാക്കണം. ഈ മയക്കുമരുന്ന് ലോബിയ അപകടകരമായതാണ്. അവർക്ക് ഭരണതലത്തെ വലിയ സ്വാധീനങ്ങളാണുള്ളത്. അത് വിദ്യാർത്ഥി മേഖലകളിൽ വന്ന് ഇതായി കഴിഞ്ഞു. ഇപ്പോൾ 2012 തൊട്ട് 2023 കാലഘട്ടത്തിൻ്റെ ഇടയിൽ മദ്യവും മയക്കുമരുന്നും ഇവിടെ വ്യാപിച്ചായി നമുക്ക് കാണാൻ പറ്റും. ആ സമയമാണ്. ബോധവൽക്കരണം മാത്രം നടത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല, ശക്തമായ നിയമം തന്നെയാണ് വേണ്ടത്. ഈ വീര്യം കുറഞ്ഞ മദ്യം കൊടുത്തുകൊണ്ട് സർക്കാർ പണമുണ്ടാക്കുന്നതിന് വേണ്ടി പഴങ്ങളും പഞ്ചാലും പറയുന്നത് തെറ്റായതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിലൂടെ ആളുകൾ, വിദ്യാർത്ഥികൾ, പുതിയ തലമുറകൾ അത് കഴിച്ചു കഴിഞ്ഞ് വീര്യം കൂടിയതിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ വീര്യം കൂടെ മദ്യത്തിൽ നിന്നും അവർക്ക് അതിലുള്ള ലഹരി കിട്ടാതെ വരുമ്പോഴാണ് ഈ കഞ്ചാവും മയക്കുമരുന്നും അവീനും MDMA അതുപോലെ മെറ്റാസിൻ പറഞ്ഞിട്ടോ നിരവധിയർ ഇപ്പോൾ മിഠായി രൂപത്തിലും സ്റ്റാമ്പ് രൂപത്തിലും എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വില അടക്കം ഈ മയക്കുമരുന്ന് ഉറവിടം കണ്ടെത്തിയേ തീരൂ, ഉറവിടം കണ്ടെത്തി നശിപ്പിച്ചേ തീരൂ. ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിക്കൊണ്ട് സാമൂഹികമായി കടപ്പാടുള്ള ഈ വിഭാഗം ജനങ്ങൾ, നന്മയുടെ ഭാഗം ജനങ്ങളെ കൂട്ടിയിണക്കുന്നതിന് വേണ്ടി സർക്കാർ എല്ലാ മേഖലയുമുള്ള ആളുകളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. അതിന് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റികൾ വാർഡ് തലത്തിലുണ്ടാക്കണം. എക്സൈസും പോലീസും റവന്യൂവും പഞ്ചായത്തും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റികൾ ഉണ്ടാക്കണം. ആ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റികൾക്ക് അധികാരങ്ങൾ കൊടുക്കണം. വാർഡ് തലത്തിൽ ഇത് മയക്കുമരുന്ന് ലോബികൾക്കെതിരെ വാർഡ് തല കമ്മിറ്റി ഉണ്ടാക്കണം. മഹൽ തലത്തിൽ കമ്മിറ്റികൾ ഉണ്ടാകണം. ഉലമാക്കളും ഉമറാക്കളും നന്നായാൽ സമുദായം നന്നായെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ഇവിടെ ഉലമാക്കളും ഉമറാക്കളും എന്ന് പറഞ്ഞതിൻ്റെ ഇവർ ഉലമ പറഞ്ഞാൽ ഉമറ കേൾക്കുന്നില്ല, മാതാവ് പറഞ്ഞാൽ മക്കൾ കേൾക്കുന്നില്ല, പിതാവ് പറഞ്ഞാൽ മക്കൾ കേൾക്കുന്നില്ല. മക്കളുടേതായ ഇഷ്ടത്തിൽ പോവുകയാണ്. എന്താണ് കാര്യം? ഈ ഭൗതിക ലോകത്ത് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി പണം ഉണ്ടാക്കണം. പണം പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനുള്ള മാർഗം എന്താണ്? മയക്കുമരുന്നിലൂടെ പോയാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റും. ആ പണം കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ സുഖമായി ജീവിക്കണം, തലിച്ച് ജീവിക്കണം, തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം.
എത്ര വേണമെങ്കിലും വസ്ത്രങ്ങൾ ധരിക്കുകയും എത്ര വേണമെങ്കിലും മദ്യപിക്കുകയും എത്ര വേണമെങ്കിലും ലൈംഗികമായിട്ടുള്ള ആസക്തി അനുഭവിക്കുകയും എത്ര വേണമെങ്കിലും രാജ്യങ്ങൾ സഞ്ചരിച്ച് കാണുകയും എന്നുള്ള എല്ലാറ്റിനും പണം വേണം. ഈ പണത്തിൻ്റെ ഏറ്റവും സുലഭമായി ഉണ്ടാക്കുന്ന മാർഗമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടം. വ്യഭിചാരത്തെക്കാളും ഏറ്റവും അപകടകരമാണെന്ന് മഹാത്മജി പറഞ്ഞ് രാഷ്ട്രപതി പറഞ്ഞു. ഇവിടെ ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞു മദ്യം ഉണ്ടാക്കുകയും കൊടുക്കുകയും വിൽക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മദ്യപാന്മാർ ഒരിക്കലും സ്വർഗത്തിൽ പോകുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ഇപ്പം ഇതിനൊന്നും ഒരു പ്രസക്തിയും ഗവൺമെൻറ് കൽപ്പിക്കുന്നില്ല. ആരോഗ്യമുള്ള ജനത, രാഷ്ട്രത്തെ സമ്പത്ത്. ഇവിടെ ജനതകൾ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മദ്യത്തിലൂടെ വരുന്ന വരുമാനത്തിലുപരി മദ്യത്തിലുള്ള സിറോസിസ് കൊണ്ട് ഹൃദയത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു, അപ്പോൾ ലിവർ സിറോസിസ് വരുന്നു. അങ്ങനെ ഡയാലിസിസ് കൊണ്ട് എത്ര കിഡ്നി രോഗികൾ ഡയാലിസിസ് കൊണ്ട് വരുന്നു. ഇവിടെ ഡയാലിസിസ് കേന്ദ്രങ്ങൾ കൂടുതൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് വരുന്നത്? മദ്യവ്യാപനവും മയക്കുമരുന്ന് വ്യാപനവുമാണ്. ഇവിടെ ശുദ്ധവായു കിട്ടാനില്ല. അതുപോലെ തന്നെ നല്ല ഭക്ഷണം, മായമില്ലാത്ത ഭക്ഷണം കിട്ടാനില്ല. പണ്ടത്തെ തലമുറയ്ക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടായതിൻ്റെ രഹസ്യം ശുദ്ധവായു ഉണ്ടായിരുന്നു, മായം ചേർന്ന ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നു, പരസ്പര വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു. 4 കെട്ടും വീടും തുളസിത്തറയുമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർ കാരണന്മാർ പറഞ്ഞ അനുസരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലഘട്ടം മാറി, എല്ലാവർക്കും ഓരോ മൊബൈൽ ഫോണുണ്ട്. ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇത്രയധികം വ്യാപകമായിട്ടുള്ളത്. കാരണം കൊറോണ കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോൺ ഇല്ലാതെ പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്മാർട്ട് ഫോൺ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിനു മുമ്പിൽ നമ്മൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്ക് ഫോൺ കൊടുത്തിരുന്നില്ല, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ കൊടുത്തില്ല. അതിനകത്ത് നന്മയും തിന്മയും ഉണ്ട്. ആ തിന്മ കണ്ട് അവർ കേടുവരരുത്, അവരുടെ മനസ്സിൽ മാറ്റം വരരുത് എന്നുള്ള ഉദ്ദേശമായിരുന്നു. എന്തോ കഷ്ടകാലം എന്ന് പറയട്ടെ, കൊറോണ വന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടപ്പോൾ ഓൺലൈനിലായി പഠനം. അതിൻ്റെ ഭാഗമായി കൊണ്ട് അതിന് വാങ്ങാൻ കാശില്ലാത്തവർക്ക് പോലും സർക്കാരും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരും സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു. ആ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തതിൻ്റെ പേരിൽ പിന്നെ യൂട്യൂബിൽ നിന്ന് ചില സീനുകളൊക്കെ മാറ്റിയെങ്കിലും അതിന് അഡിക്റ്റായി മാറിക്കഴിഞ്ഞു എല്ലാവരും. പണ്ടൊക്കെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാക്കയും പൂച്ചയും കുയിലും തത്തയും അതുപോലെ തന്നെ പൂമ്പാറ്റയൊക്കെ കാണിച്ചുകൊണ്ടല്ല ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. കുട്ടികളൊക്കെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കളികളിലും ചിരികളിലും ഏർപ്പെട്ടിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? രാവിലെ പോകുന്ന സമയത്ത് അവർക്ക് താങ്ങാവുന്നതിലധികം ഭാരമേന്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസത്തിനാണ് അവർ പഠനത്തിന് വേണ്ടി പോകുന്നത്. അവർ പഠനം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർ കളിക്കാൻ ഏർപ്പെടുന്നില്ല, കളിയും ചിരിയുമില്ല. അവർ കൂടെ തന്നെ വേറൊരു പാണ്ഡമായിക്കൊണ്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോവുകയാണ്. ആ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഇവർ അർദ്ധരാത്രി വരെ ചിലപ്പോൾ ആകുന്നു പലതും പഠിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ അവരെ ചോദ്യം ചെയ്യില്ല. വഴിതെറ്റിപ്പോകുന്ന കൂട്ടുകാരുമായി ചേർന്ന് അവർ വഴിതെറ്റിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മലപ്പുറം മേഖലയിൽ പിതാക്കന്മാരില്ല. അവർ ഗൾഫിൽ പോയി സമ്പാദിക്കാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി പോയിട്ട് വരികയാണ്. അപ്പോഴേക്കും ഇവിടെ കുടുംബത്തിൽ മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. ഏത് കുടുംബത്തിലും വൈകുന്നേരം പിതാവ് മാതാവും മക്കളെവിടെ പോയി, അവരെവിടെ എന്തിനു പോയി എന്താണെന്ന് അവരെ മനസ്സിലാക്കുകയും അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് സ്നേഹം കൊടുത്ത് വാങ്ങുകയും അവർ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ അവർ ശരിയായ പാതയിലേക്ക് സഞ്ചരിപ്പിക്കുകയും ചെയ്ത് ആത്മീയത്തിൽ അധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസവും സ്നേഹവും കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഈ തലമുറയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പോകാൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതിൽ മാതാപിതാക്കൾക്കും അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല, അധ്യാപകർക്കും അവർ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. പുതിയ തലമുറ അവരുടെ ഇഷ്ടപ്രകാരം പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ മയക്കുമരുന്ന് കൂടി കുത്തിവെക്കുമ്പോൾ അവർ ആര് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സമൂഹമായി അവരുടെ തന്നിഷ്ടപ്രകാരം പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മാറ്റം വന്നേ തീരൂ. അതിന് ഭരണ സംവിധാനത്തിൽ മാറ്റമുണ്ടാകണം, ഓരോ കുടുംബത്തിലും മാറ്റമുണ്ടാകണം. അതാണ് മഹാത്മജി വാക്കുകൾ. വ്യക്തി നന്നാൽ കുടുംബം നന്നായി, കുടുംബം നന്നായി സമൂഹം നന്നായി, സമൂഹം നന്നായി രാഷ്ട്രം നന്നായി. ആ മഹാത്മജിയുടെ വാക്കുകൾക്കും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദേശത്തിനും ഉള്ളിൽ ഇറക്കാത്തിടത്തോളം കാലം രാജ്യത്തിന് ഗുണകരമായി ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് മഹാവര്യന്മാരുടെ ചരിത്രം പഠിക്കുന്നതിനും പ്രത്യേകിച്ച് മഹാത്മജിയുടെയും നബി തിരുമേനിയുടെയും ഒക്കെ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിനും ഈ സമൂഹത്തിന് വേണ്ട സൗകര്യങ്ങൾ കുടുംബത്തിൽ നിന്നും ഉണ്ടാകട്ടെ, അതുപോലെ തന്നെ ഭരണാധികളിൽ നിന്നുണ്ടാകട്ടെ. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കില്ല. ഓരോരുത്തരും മാറുമ്പോഴേ സമൂഹം മാറുകയുള്ളൂ എന്നുള്ളത് വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്
വ്യക്തി നന്നാകുന്നതിന് വേണ്ടി, വ്യക്തി ശുചിത്വത്തിന് വേണ്ടി, മറ്റൊരാൾ കുറ്റം പറയുന്നതിന് പകരം അയാളുടെ കണ്ണിലുള്ള കരടെടുത്ത് മാറ്റുന്നതിന് പകരം സ്വന്തം ഞാൻ എങ്ങനെ ശരിയാവണം, എൻ്റെ കുറ്റങ്ങളും കുറവുകളും എന്താണ് ഞാൻ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തിരുത്തുന്നതിനും അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിനും ഓരോ വ്യക്തിയും തയ്യാറായാൽ മാത്രമേ സമൂഹം മാറുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമാകട്ടെ ഈ ഭരണാധികാരികളുടെ ഉള്ളത്. അതേസമയം ശക്തമായ നിയമമില്ലെങ്കിൽ, നിയമത്തിലെ ഭയമില്ലെങ്കിൽ, കഠിന ശിക്ഷയില്ലെങ്കിൽ ഇല്ല. ഇപ്പം നമ്മ അറിയില്ല, കൊലപാതകമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ വിദ്യാർത്ഥികളിൽ ചുറ്റി കൊണ്ട് അടിച്ചുകൊണ്ട് 5-6 പേരെ കൊന്നായിക്കോട്ടെ, ഇവിടെ മലപ്പുറത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനം കൊലപാതകം നടന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല, ഞാനൊരു 7 കൊല്ലം കഴിഞ്ഞ് വന്നാലും വീണ്ടും ഇവിടെ സമൂഹം ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് പെരോള് കിട്ടും രാഷ്ട്രീയ സ്വാധീനെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് വിലസും, എനിക്കൊരു ഭയപ്പാടുമില്ലെന്ന്. കഠിന ശിക്ഷ വേണം. അതിൻ്റെ മാതൃകയാണ് സൗദി അറേബ്യ. എൻ്റെ മകൾ പൊന്നാര ഫാത്തിമ നബി തിരുമേനി പറഞ്ഞ വാക്കുകളാണ്. എൻ്റെ കരളിൻ്റെ കഷ്ണമായ പ്രിയ പുത്രി ഫാത്തിമത്ത് സുഹറ, എൻ്റെ ഫാത്തിമയുടെ കക്കാണെങ്കിൽ കൂടി ഞാൻ അവളുടെ കയ്യും വിട്ടെന്നാണ് പറഞ്ഞത്. നബി തിരുമേനിക്ക് 18 വയസ്സാകുമ്പോൾ നഷ്ടപ്പെട്ടു പ്രിയപുത്രി ഫാത്തിമേനെ. ആ ഫാത്തിമനെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള മോഷ്ടിക്കുകയാണെങ്കിൽ പോലും കൈവെട്ടുന്നതാണ് അവിടെ സൗദി അറേബ്യയിൽ. അതുകൊണ്ടാണ് മയക്കുമരുന്ന് കൈവച്ചതിന് വധശിക്ഷയാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഇവിടെയാണെങ്കിലോ ഇത്ര ഗ്രാം വരെ വയ്ക്കാം, അല്ലെങ്കിൽ ശിക്ഷയില്ല. അങ്ങനെ അതിനെ ഒഴിച്ചടച്ച് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമായ ജീവനക്കാരും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ ജീവനക്കാർക്ക് ആത്മഹത്യയില്ല. അപ്പോൾ ഈ മേഖലകളിൽ ഈ മയക്കുമരുന്നിനെ പിടിച്ചുകെട്ടത്തിന്, മദ്യത്തിൻ്റെ വ്യാപ്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അതിൻ്റേതായ നിയമത്തിൽ മാറ്റം വരുത്തണം. ഇപ്പം മദ്യവ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ LDF സർക്കാർ ഇവിടെ വന്ന സമയത്ത് ഇവിടെ എന്താണ് ചെയ്ത്, തങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ആസക്തിയും ലഭ്യതയും കുറയ്ക്കും, ഇനി ഒരു തുള്ളി മദ്യം പോലും പുറത്തേക്ക് വരില്ല, ഇനി ഉൽപ്പാദിപ്പിക്കില്ല, പുതിയ ബാറുകളൊന്നും വരില്ല പറഞ്ഞു. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 29 ബാറുകളുണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ 836 ബാറുകളായി മാറി. എന്താ മദ്യവ്യാപനം പറഞ്ഞ്? ഇവിടെ ഇന്നസെൻറ്റിനെ കൊണ്ടും KPSLകളെ കൊണ്ടും ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയില്ലേ? ആ പറഞ്ഞ വാക്കുകളൊക്കെ പോയി. എന്നിട്ട് ഇപ്പോഴും പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാക്കി വരും, ഈ ശരിയാക്കുന്നതിന് വേണ്ടി സമിതികൾ ഉണ്ടാക്കും. സമിതികൾ ഉണ്ടാക്കിയിട്ടും ഒന്നും കാര്യമില്ല. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ എന്തെങ്കിലും ലഹരിയുടെ ഉറവിടം കണ്ടെത്തുക തന്നെ വേണം, അല്ലാതെ പറ്റില്ല. ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്താതെ ഇതിനെ നശിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അതിനാവശ്യമായ സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ ആനയെ പിടിക്കണം പറഞ്ഞിട്ട് ആനയെ മയക്കോടി വയ്ക്കാൻ വേണ്ടിയിട്ടും കാട്ടിൽ ഓടാൻ പറ്റുമാതിരി ഇവിടെയും ചെയ്തു കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് എവിടെ നിന്നാണോ വരുന്നത്, നൈജീരിയയിൽ നിന്ന് വന്നാലും ശരി, ഗോവയിൽ നിന്ന് വന്നാലും ശരി, ജർമ്മനിയിൽ നിന്ന് വന്നാലും ശരി, എവിടെ നിന്നാണോ മയക്ക് വരുന്നത് ഇന്ത്യ രാജ്യത്തെ പ്രവേശിപ്പിക്കാത്ത ആക്കുകയും അതിന് വ്യാപ്തി കുറയ്ക്കുകയും ചെയ്യണം. അതുമാത്രമല്ല, അതിന് വ്യാപ്തിക്ക് തയ്യാറായി നടക്കുന്ന കർശനമായ ശിക്ഷകൾ അത് നടപ്പിലാക്കണം. ഇന്നത്തെ ശിക്ഷാ നിയമങ്ങൾ തന്നെ മാറ്റം വരുത്തിയേ തീരൂ. അങ്ങനെ ജനങ്ങൾക്ക് ഭയമുണ്ടാകുള്ളൂ. അങ്ങനെ ഭയം ഒരു ഭാഗത്തും ഉപദേശം ഒരു ഭാഗത്തും ഇല്ലാതെ വെറും ഉപദേശം കൊടുത്തുകൊണ്ട് മാത്രം തീരുന്ന ഒരു സമൂഹമല്ല ഇന്നത്തെ അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് ശക്തമായ നിയമം ഈ മേഖലത്തിൽ ഉണ്ടാകണം. സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റികൾ ഉണ്ടാകണം, വാർഡ് തലത്തിലുണ്ടാകണം, പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരം കൊടുക്കണം. ഒരു പഞ്ചായത്ത് പ്രദേശത്തെ മദ്യശാലകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പഞ്ചായത്ത് രാജിലെ 232 വകുപ്പും 447 വകുപ്പും പുനഃസ്ഥാപിക്കണം. അത് അത് എടുത്തു കളഞ്ഞതിൻ്റെ ഭാഗമാണുള്ളത്. അതുപോലെ തന്നെ മദ്യശാലകൾ ആരാധനാലയങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും 50 മീറ്റർ വരെ കൊണ്ടുവന്നു. 200 മീറ്റർ അപ്പുറത്തെ പാടുള്ളൂ എന്നുള്ളതുമായി. അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ തീരത്തുള്ളതിൻ്റെയും റോഡുകൾ ജില്ലാ റോഡുകളാക്കി മാറ്റി. ഇപ്പം ബാർ സമയം തന്നെ 11 മണി എന്നുള്ളതാക്കി 12 മണിയാക്കുന്നു എന്നുള്ള രീതിയിൽ വരുന്നു. രാവിലെ 10 മണി എന്നുള്ളത് 9 മണി മുതലും 11 മണി 10 മണി പോയി 12 മണി ആക്കും. ഇങ്ങനെ ആളുകളെ കുടിപ്പിച്ചേ തീരൂ എന്നുള്ള നിലവാരത്തിൽ ഗവൺമെൻറ് പോവുകയാണെങ്കിൽ ഈ കുടി കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തരല്ല, ഞങ്ങൾക്ക് ഇതിലും കൂടിയ ലഹരി വസ്തു കിട്ടണം എന്നുള്ളതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഒരു ഉത്തരവാദിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കിയിട്ട് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാക്കുന്ന ഒരു ഭാഗത്ത്, എന്നിട്ട് എക്സൈസ് നിയമത്തിൽ മാറ്റം വരുത്തുന്നു. അതിനുശേഷം വീര്യം കൂടിയത് അന്വേഷിച്ചു പോകുന്ന പുതിയ തലമുറ അങ്ങനെ വീര്യം കൂടി കഴിച്ചിട്ടും അവർക്ക് മതിയാകാതെ വരുമ്പോൾ മയക്കുമരുന്ന് എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ആ മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോകുമ്പോൾ അത് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ ജീവനക്കാരെ നിയമിക്കണം. ആ ജീവനക്കാർ ഇതിനു വേണ്ടി പ്രത്യേക സ്ക്വാഡിൽ നടത്തണം. ഓരോ മഹലുകളിലും, ഇപ്പോൾ ഇതൊരു മഹലമാണെന്ന് പറഞ്ഞാൽ മഹലത്തിൽ ഇമാമ് മുഖ്യ രക്ഷാധികാരികളും ഇവിടെയുള്ള പള്ളിയിലുള്ള ഭരണാധികാരികൾ, പള്ളി പ്രസിഡന്റോ സെക്രട്ടറിയോ, മഹലത്തിൻ്റെ ജാതി മത വ്യത്യാസം തന്നെ സാമൂഹ്യ
ഈ റിട്ടയർഡായ ജവാന്മാർക്ക് മദ്യം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അവര് മരിച്ചാലും അവരുടെ ഭാര്യമാർക്കും മദ്യം കൊടുക്കുന്നു. അപ്പോൾ ഈ റിട്ടയർഡായ ജവാന്മാരുടെ ഭാര്യമാരെയും മദ്യപാനികളാക്കി മാറ്റുകയാണോ ചെയ്യുന്നത്? ജവാന്മാർക്ക് മദ്യം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്കൊക്കെ അറിയാം. മഞ്ഞുമൂടി പ്രദേശം, ഹിമാചൽ പ്രദേശത്തിൽ, ജമ്മു കാശ്മീർ അടക്കമുള്ളവിടെ കയ്യും കാലും മരവിച്ച് രക്തഓട്ടം ഇല്ലാതാകുമ്പോൾ അവർക്ക് ഈ മദ്യം കൊടുത്തുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നടത്താനും വീര്യം പകരാനും ഊർജം പകരാനും ശത്രുവിനെ നേടാനുമാണ് മദ്യം കൊടുക്കുന്നതെങ്കിൽ അവർ റിട്ടയർ ചെയ്തിട്ടും അവർക്ക് എന്തിനു മദ്യം കൊടുക്കണമെന്നുള്ളതാണ്. അതിലും പരിതാപകരമാണ് റിട്ടയർ ചെയ്ത് മദ്യം കൊടുത്ത് 8 ബാട്ടിലും 10 ബാട്ടിലും കൊടുക്കുമ്പോൾ അവർ 1-2 ബാട്ടിൽ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ബാട്ടിലുകൾ മൂടെ അതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അത് വാങ്ങാൻ ധാരാളം ആളുകളുമുണ്ട്. ഇനി ആ ജവാൻ മരിച്ചാലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മദ്യം കൊടുക്കുന്ന ഒരു നിയമ സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നടക്കുന്നത്. അത് മുഴുവൻ എടുത്തു കളയണം. ജവാന്മാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മദ്യം കൊടുക്കേണ്ട കാര്യമില്ല. അവർ ചായ കുടിച്ച് ശീലിച്ചിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല, അല്ലെങ്കിൽ തലവേദന വരുന്ന ചിലവർ പറയുന്ന മാതിരി ഇവർ ആ മഞ്ഞുമൂടിയ പ്രദേശത്ത് അവർക്ക് ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് അവർക്ക് ഊർജ്ജം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് മദ്യം കൊടുത്തെങ്കിൽ റിട്ടയർ ചെയ്ത് 65-70 വയസ്സാകുമ്പോൾ മദ്യം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. ആര് ലിവർ ത്രോസിസാണ് വരുന്നത്, അവരുടെ കിഡ്നിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ പിന്നീട് ചിലവാക്കുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഈ സംവിധാനത്തിൽ നിന്നും ഈ നിയമത്തിലുള്ള അതൊക്കെ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഭാര്യമാർക്ക് കൊടുക്കണം, ആദ്യം നിർത്തട്ടെ. പിന്നീട് ജവാന്മാർക്ക് കൊടുക്കുന്ന കോട്ട കുറച്ച് തീരെ ഇല്ലാതാക്കട്ടെ സർക്കാർ. അതിന് കേന്ദ്ര സംസ്ഥാനങ്ങൾ ഉണരട്ടെ. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ.